പോകേണ്ട കാര്യമില്ല ചേട്ടാ, എൻ്റെ അനിയനെ പോലെ ഉള്ളൂ. ഈ അടുത്ത റിലീസായ നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സ് വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അതിൽ നമ്മുടെ ശ്രീനാവാസി ഉണ്ട്. മച്ചാന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. എൻ്റെ മച്ചാന്മാരെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബാൻഡിലൊക്കെ പാട്ട് പാടാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നാടൻ പാട്ട് പാടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൈസ ഒന്നും കിട്ടില്ല. ഭയങ്കര കപൂറാണ്, ഒന്നും മനസ്സിലാവാത്തൊരു അവസ്ഥയാണ്. എന്തായാലും മഞ്ഞമ്മൽ ബോയ്സ് നിങ്ങളെല്ലാവരും വിജയിപ്പിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും പടം പോയി കണ്ട് ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും താങ്ക് യു അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ശ്രീനാവാസി ഈ വേദിയിൽ വന്ന് സംസാരിച്ചതിന്. എനിക്ക് ഇനി നിങ്ങളോട് വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ, നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിൻ്റെ MLA ശ്രീ, നമ്മുടെ എല്ലാവരുടെയും ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയത് അദ്ദേഹത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ ചാനലുകളിൽ പോലും കണ്ടില്ല. എന്തായാലും അദ്ദേഹം നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ അനുസ്മരണ ദിനത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ചാണ്ടി ഉമ്മനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു ഇലക്ഷന്റെ പേരിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? ഞാനൊരു മകനല്ലേ, നിങ്ങൾ മക്കളല്ലേ? അല്ല, ഇത് ഇലക്ഷന്റെ പരിപാടിയല്ല. എല്ലാവർക്കും നമസ്കാരം. കലാമണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കലാകാരനാണ്. എൻ്റെ അപ്പയെ സ്നേഹിച്ച പോലെ നിങ്ങളെല്ലാവരും കലാമണിയെ സ്നേഹിച്ചു. അതിൻ്റെ ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജനസമൂഹം. അതിലെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിയുക്ത ഗതാഗത മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. ഈ ഫ്രണ്ടിലിരിക്കുന്ന ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. കാരണം ഏത് ക്ലച്ച് ഔട്ടിയാൽ ഗിയർ മാറണമെന്ന് ആർക്കും അറിയില്ല. കാരണം പലരും എന്നോട് പറഞ്ഞു, ഗതാഗത മന്ത്രിയായപ്പോൾ പലരും എന്നോട് പറഞ്ഞു, നമ്മുടെ ലൈസൻസിൻ്റെ രീതികളൊക്കെ മാറ്റണം. ഇങ്ങനെ മാറ്റണമെന്ന് ഞാൻ ആലോചിച്ചു. കാരണം എല്ലാവരും എച്ചെടുത്താൽ ലൈസൻസ് എടുക്കും. പോകേണ്ട കാര്യമില്ല ചേട്ടാ, എൻ്റെ അനിയനെ പോലെ ഉള്ളൂ. എച്ചെടുത്ത് ഇനി ലൈസൻസ് എടുക്കണമെന്ന് കരുതിയേ വേണ്ട. അങ്ങനെ ആ പേടി വേണ്ട. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.